നമസ്കാരം. രുദ്രാവിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇത് യാദർശികമല്ല. നിങ്ങളുടെ ആത്മാവിനെ യൂണിവേഴ്സ് വിളിക്കുന്ന നിമിഷം ഇതായിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ. ജീവിതത്തിൽ സമ്പത്ത് വരാനിരിക്കുമ്പോൾ ആദ്യം മാറുന്നത് നിങ്ങളുടെ വിധിയല്ല. ആദ്യം മാറുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ്. പണം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ് തന്നെ ഉണരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ ഒരു അദൃശ്യ ശക്തി ഉയരും. പഴയ കുറവിൻ്റെ ചിന്ത നിങ്ങളെ വേദനിപ്പിക്കും. പഴയ ജീവിതം നിങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിൽ നിന്ന് ആരോ നിങ്ങളോട് പറയും, ഇനി നിന്റെ സമയം വരുന്നു, ഇനി നിന്റെ ജീവിതം മാറും, ഇനി നീ പഴയ ആളല്ല, ഇനി നിന്റെ സമൃദ്ധിയുടെ വാതിൽ തുറക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ സമ്പത്തിന്റെ പുതിയ ഫ്രീക്വൻസിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, സമ്പത്ത് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ശബ്ദം ശക്തമാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം മാറുന്നത് പോലെ തോന്നുന്നത്? എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ അകത്തുനിന്ന് ആദ്യം പുനർനിർമ്മിക്കുന്നത് എന്നുള്ള ആഴത്തിലുള്ള ഒരു ആത്മീയ സത്യമാണ്. ഈ വീഡിയോ അവസാനം വരെ കേൾക്കൂ. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചില വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിന്റെ വാതിൽ തുറക്കാൻ പോകുന്ന ആദ്യ ബോധോദയമായിരിക്കാം. പലരും കരുതുന്നത് എന്താണ്? സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിൽ പണം കൂടുന്നതാണ്, വലിയ വീട് വാങ്ങുന്നതാണ്, നല്ല കാറ് സ്വന്തമാക്കുന്നതാണ്, ആളുകൾ ബഹുമാനിക്കുന്ന സ്ഥാനം നേടുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സമ്പത്ത് അങ്ങനെ ആരംഭിക്കില്ല. സമ്പത്ത് ആദ്യം ഒരു അനുഭവമായി ആരംഭിക്കും, ഒരു ഫീലായി ആരംഭിക്കും, ഒരു വിളിയായി ആരംഭിക്കും. നിങ്ങൾ ഒരു ദിവസം പെട്ടെന്നുണരുമ്പോൾ പഴയ പോലെ ജീവിക്കാൻ മനസ്സില്ലാതാകും. പഴയ സംഭാഷണങ്ങൾ, പഴയ ആളുകൾ, പഴയ ഭയങ്ങൾ, ഇവ ഒന്നും ഇനി ഉള്ളിൽ ഫിറ്റാകുന്നില്ല എന്ന് തോന്നും. നിങ്ങൾക്ക് എന്തോ വലിയൊന്നിനായി നിങ്ങളെ ഒരുക്കുകയാണ് എന്നൊരു തോന്നൽ വരും. കാരണം യൂണിവേഴ്സ് പണം നൽകുന്നതിന് മുമ്പ് ആ പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു പുതിയ വെർഷൻ നിങ്ങളിൽ സൃഷ്ടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വാചകം പോലെ എന്തോ വരും, ഇനി നിന്റെ സമയം വരുന്നു, ഇനി പഴയ കുറവ് അവസാനിക്കും, ഇനി നീ നിന്റെ വില തിരിച്ചറിയണം, ഇനി ചെറുതായി ചിന്തിക്കരുത്. ഈ ശബ്ദം സാധാരണ ഇമാജിനേഷൻ അല്ല. ഇത് പലപ്പോഴും നിങ്ങളുടെ ഹയർ സെൽഫിന്റെ വിളിയാണ്. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ അടുത്ത ഘട്ടം നിങ്ങളെ വിളിക്കുന്ന ശബ്ദമാണ്. കാരണം സമ്പത്ത് എന്നത് പണം മാത്രമല്ല. സമ്പത്ത് എന്നത് ഒരു ഫ്രീക്വൻസിയാണ്, ഒരു എനർജിയാണ്, ഒരു ഇന്റേണൽ എക്സ്പാൻഷനാണ്. അത് നിങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സ്ഥലമുണ്ടാകും, പിന്നെ പുറത്ത് ഫലം കാണിക്കും. ഒരു വലിയ സത്യം പറയാം. പലർക്കും പണം ലഭിക്കാത്തതിന്റെ കാരണം അവസരക്കുറവല്ല, അവർക്കുള്ളിലെ ഭയത്തിന്റെ ശബ്ദം വളരെ ശക്തമാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ ആരും സമ്പന്നരായിട്ടില്ല, ഇത് എനിക്ക് വരില്ല. ഈ വാക്കുകൾ അവരുടെ ജീവിതം തന്നെ പൂട്ടുന്ന ശാപവാക്കുകളായി മാറുന്നു. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ സമ്പത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഈ പഴയ ശബ്ദം പതുക്കെ മരിക്കാൻ തുടങ്ങും. അതിനു പകരം ഒരു പുതിയ ശബ്ദം ഉള്ളിൽ ഉയരും. എനിക്ക് കൂടുതൽ ലഭിക്കാം, ഞാൻ ചെറിയ ജീവിതത്തിനായി ജനിച്ചിട്ടില്ല, എൻ്റെ ജീവിതം മാറും, ഞാൻ സമ്പത്തിനായി തയ്യാറാവുകയാണ്. ഇത് യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ആണ്. കാരണം സമ്പത്ത് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകുന്നില്ല. അത് ആദ്യം ചിന്തയിലാണ് ഉണ്ടാകുന്നത്, പിന്നെ വിശ്വാസത്തിലുണ്ടാകുന്നു, പിന്നെ ശീലങ്ങളിലുണ്ടാകുന്നു, അതിനുശേഷമാണ് പണമായി രൂപം കൊള്ളുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മാറുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ദിശ മാറും. ദിശ മാറുമ്പോൾ ജീവിതത്തിന്റെ ഫലം മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ നിശബ്ദമായ ആന്തരിക ശബ്ദം അത് ചെറിയ കാര്യമല്ല. അത് നിങ്ങളുടെ അടുത്ത സമ്പത്തിന്റെ ആദ്യവാതിലായിരിക്കാം. സമ്പത്ത് വരുന്നതിന് മുമ്പ് നിങ്ങളെ നിങ്ങൾ തന്നെ കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങും. മുമ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏത് വഴി പോകണം, ആരെ വിശ്വസിക്കണം, എന്ത് ചെയ്യണം, എന്താണ് ശരി, എന്താണ് തെറ്റ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പുറത്തെല്ലാം ക്ലിയർ ആയെങ്കിലും ഉള്ളിൽ എന്തോ ക്ലിയർ ആകുന്നു. ആരും പറയാതെ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ശരിയായി തോന്നും. ചില ആളുകളെ വിട്ടുനിൽക്കണമെന്ന് തോന്നും. ചില കാര്യങ്ങൾ ഉടനെ നിർത്തണമെന്ന് തോന്നും. ചില പുതിയ വഴികൾ ഭയമുണ്ടെങ്കിലും ശരിയായി തോന്നും. ഇതാണ് ഇൻറ്റ്യൂഷണൽ ഷാർപ്പനിങ്. ഇതാണ് സ്പിരിച്വൽ വെൽത്ത് ആക്ടിവേഷൻ. കാരണം സമ്പത്ത് വരാൻ പോകുന്ന ഒരാളുടെ ഏറ്റവും വലിയ ശക്തി പണമല്ല, ശരിയായ സമയം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന ആന്തരിക ബുദ്ധിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉയരുന്ന ആ ശബ്ദത്തെ അവഗണിക്കരുത്. അത് നിങ്ങളോട് പറയുന്നുണ്ടാകും, ഈ അവസരം എടുക്കൂ, ഈ ആളിൽ നിന്ന് അകലം പാലിക്കൂ, ഇനി ചെറിയ ചിന്ത നിർത്തൂ,
നിന്റെ കഴിവിനെ ചെറുതാക്കി കാണുന്നത് നിർത്തൂ. നിന്റെ സമയം എത്തുന്നു. പലരും ഈ ശബ്ദം ഇഗ്നോർ ചെയ്യും. അവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങും. പക്ഷേ ചിലർ ഈ ശബ്ദം കേൾക്കും. അവർ പഴയതിനെ സ്വയം മരിക്കാൻ അനുവദിക്കും. അവർ പുതിയ ജീവിതത്തിലേക്ക് നടക്കും. അവരാണ് പിന്നീട് മറ്റുള്ളവർ ലക്കി എന്ന് വിളിക്കുന്ന ആളുകൾ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ മനസ്സിൽ വിശ്വാസത്തോടെ പറയൂ, ഞാൻ സമ്പത്തിന്റെ ഊർജവുമായി ചേർന്ന് നിൽക്കുന്നു. എൻ്റെ ഉള്ളിലെ ശബ്ദം എന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. ഞാൻ ചെറുതായി ജീവിക്കാൻ ജനിച്ചിട്ടില്ല. ഞാൻ വലിയ അനുഗ്രഹങ്ങൾക്ക് അർഹനാണ്. എൻ്റെ ജീവിതത്തിൽ പണവും സമൃദ്ധിയും സ്വാഭാവികമായി ഒഴുകിയെത്തുന്നു. യൂണിവേഴ്സ് എന്നെ സമ്പത്തിനായി തയ്യാറാക്കുന്നു. ഞാൻ സമ്പത്ത് സ്വീകരിക്കാൻ പൂർണ്ണമായി തയ്യാറാണ്. എൻ്റെ ഉള്ളിലെ ദൈവിക ശബ്ദം ഞാൻ വ്യക്തമായി കേൾക്കുന്നു. എൻ്റെ പഴയ ഭയങ്ങൾ ഇപ്പോൾ അവസാനിക്കുന്നു. എൻ്റെ പുതിയ ജീവിതം ഇപ്പോൾ ആരംഭിക്കുന്നു. എൻ്റെ ആത്മാവ് സമൃദ്ധിയുടെ പുതിയ വാതിലിലേക്ക് നടക്കുന്നു. എനിക്ക് വേണ്ടത് എന്നെ കണ്ടെത്തുന്നു. എൻ്റെ സമയം എത്തിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച സ്വീകരിക്കുന്നു. സമ്പത്ത് ലഭിക്കുന്നത് ഭാഗ്യം മാത്രമല്ല, അതൊരു അലൈൻമെൻ്റ് ആണ്. പലരും പണം കിട്ടുന്ന കാര്യം മാത്രം നോക്കുന്നു. പക്ഷേ ചിലർ പണം ആകർഷിക്കുന്ന ആളുകളാകുന്നു. ഇവരുടെ വ്യത്യാസം എന്താണ്? ഒരാൾ പുറത്തേക്ക് മാത്രം നോക്കും, മറ്റൊരാൾ ആദ്യം ഉള്ളിൽ ശരിയാക്കും. നിങ്ങളുടെ ഉള്ളിൽ ബ്രോക്കൺ ആണെങ്കിൽ പുറത്ത് കിട്ടിയ പണവും നീണ്ടു നിൽക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആണെങ്കിൽ പുറത്ത് കിട്ടുന്ന അവസരങ്ങൾ വേഗത്തിൽ മൾട്ടിപ്പിൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശക്തമാകുന്നത് ഒരു റാൻഡം ഫീലിംഗ് അല്ല, അതൊരു അലൈൻമെൻ്റ് ആണ്, അതൊരു പ്രിപ്പറേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ഇതിനകം തന്നെ മാറാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് പഴയ പോലെ കുറവിൻ്റെ ചിന്തയോടെ ജീവിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ചെറുതാക്കി കാണാൻ പറ്റില്ല. ഇനി നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരെ എൻ്റെ ആളുകൾ എന്ന് കരുതി പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ആത്മാവ് ഇതിനകം തന്നെ പുതിയ തലത്തിലേക്ക് കയറാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ ആദരിക്കുക. അതിനെ ചെറുതാക്കരുത്, അതിനെ സംശയിക്കരുത്, അതിനെ ദൈവിക മാർഗനിർദ്ദേശമായി കാണൂ. ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശാന്തതയോ അല്ലെങ്കിൽ ഒരു പുതിയ തീപ്പൊരിയോ ഉണ്ടെങ്കിൽ അതിനെ സാധാരണമായി കാണരുത്. കാരണം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേട്ടത് സമയം കളയാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കാനാണ്. ഓർക്കൂ, സമ്പത്ത് ആദ്യം പണമായി വരുന്നില്ല, അത് ആദ്യം ഒരു ആന്തരിക ശബ്ദമായി വരുന്നു, ഒരു ആന്തരിക വിശ്വാസമായി വരുന്നു, ഒരു ആന്തരിക വിളിയായി വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ, അതെ എൻ്റെ സമയം വരുന്നു, അതെ എൻ്റെ ജീവിതം മാറും, അതെ ഞാൻ ഇനി പഴയ ആളല്ല. ഇപ്പോൾ വിശ്വസിക്കൂ, യൂണിവേഴ്സ് ഇതിനകം തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഇനി കേൾക്കൂ. അത് നിങ്ങളെ സമ്പത്തിലേക്ക് നയിക്കും, അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കും, അത് നിങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. ഇന്നു മുതൽ ഒരു പുതിയ വാക്ക് മാത്രം ഓർക്കൂ, ഞാൻ തയ്യാറാണ് സമ്പത്ത് എന്നെ കണ്ടെത്താൻ. യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കട്ടെ.